ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, കാരണം വേറൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാമായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് 3 കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനൊരു ബുദ്ധിമുട്ട്, അതിൻ്റെ കൂടെ വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും നമുക്ക് സമയം കിട്ടാണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ നാളത്തൊക്കെ വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസത്തെ കൂടുതലായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇത്രത്തോളം ആക്കിയിട്ട് വീണ്ടും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു ഇത് കാരണമാണ് ഞാൻ പിന്നെയും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ചാനൽ ഇനി ഇങ്ങനെ വീഡിയോസ് ഇടണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പഴയതുപോലെ തന്നെ ഉണ്ടെങ്കിൽ മാത്രം നമ്മളിതുപോലെ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാരണം സമയമില്ലാത്തതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീട്ടിലെ ഡെയിലി വ്ലോഗുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് ഇടാതിരുന്നപ്പോൾ തന്നെ ഒരുപാട് കമൻസുകൾ ഇതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും തിരക്കിയതിലും അന്വേഷിച്ചതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കുട്ടികളുടെ എല്ലാവരുടെയും സൗണ്ടും കാര്യങ്ങളൊക്കെ കാരണം ഞാനത് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചാനൽ മെയിനായിട്ടും കുക്കിങ്ങും അതുപോലെ തന്നെ വ്ലോഗും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ചാനൽ കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ തട്ടിക്കൂട്ട് എഗ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. നമ്മുടെ ചാനലല്ല, നമുക്കപ്പോൾ അതൊരു വീഡിയോ ആവും. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഞാനങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളുടെ ചാനൽ എത്രയും നാളും ഡിലേ ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എന്ത് പറയണം എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ചാനൽ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വീഡിയോസ് ഇതുപോലെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാൻ നമ്മുടെ എഗ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റൈസൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ റൈസൊക്കെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പെട്ടെന്ന് സമയം ഏതാണ്ട് ഒരു 11 മണി എങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചാണ് വീഡിയോ അങ്ങ് എടുക്കാമെന്നുള്ളത്. അപ്പോൾ പിന്നെ കുക്കറിലൊക്കെ അങ്ങ് മുട്ട പുഴുങ്ങാമെന്ന് വെച്ചു, കാരണം പെട്ടെന്ന് ആവുമല്ലോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് കുക്കറിൽ മുട്ടയൊക്കെ ബോയിൽ ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതേത് റൈസാണെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഞാൻ ബിരിയാണി റൈസ് എന്ന് പറഞ്ഞപ്പോൾ കടയിൽ നിന്ന് കൊടുത്തു വിട്ടാണിത്. അങ്ങനെ അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി പിന്നെ ഞാൻ അതൊക്കെ വേവിച്ചെടുക്കണം. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ ആരോടും പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ ഒരു വീഡിയോയുടെ തുടക്കം എന്ന നിലയ്ക്ക് ഇതൊന്നും ഇട്ടതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മക്കൾ അവരും വീട്ടിലുണ്ടായിരുന്നു, സൺഡേ അല്ലേ. അപ്പോൾ അവരും ഇതുപോലെ ഭയങ്കര നമുക്ക് വീഡിയോ എടുക്കാൻ നോക്കില്ല കേട്ടോ. കുട്ടികൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ അവരതിനിടയ്ക്ക് വരികയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്കെല്ലാം വീഡിയോ കട്ട് ചെയ്ത് പിന്നെ അവരുടെ അടുത്ത് പോയി അങ്ങനെയൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഓഫ് ചെയ്ത് പിന്നെയും വന്ന് നമ്മൾ വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം, അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ഇങ്ങനെ പോകുന്ന കാരണം നമുക്ക് കുറച്ച് സമയം എനിക്കിതിന് വേണ്ടി വന്നു. പിന്നെ അപ്പം ലച്ചുവിന് ഇപ്പം 3 വയസ്സാവുന്നു കേട്ടോ. അപ്പം ഏപ്രിലാകുമ്പം നമുക്ക് 3 വയസ്സാവുന്നുണ്ട്. അപ്പം മൂത്ത മോനാണെങ്കിൽ 3-ലായി, പിന്നെ ഇളയവനാണെങ്കിൽ 1-ലും കേട്ടോ. അപ്പം അവരുടെ സ്കൂളും കാര്യങ്ങളും അവരുടെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രത്തോളം സമയം ഇതിന് വേണ്ടിയിട്ട് ഇതാവാനില്ല കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ടും ഞാൻ കുറച്ച് നാളത്തേക്ക് വീഡിയോസ് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ മാറി നിന്നത്. പിന്നെയും ഞാനിങ്ങനെ ഡെയിലി നമ്മളുടെ ചാനലിങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ പിന്നെയും ഒരു വിഷമം, നമ്മൾ ഇത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് നിർത്താമെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ വീണ്ടും ഞാൻ
ആ ഒരു വിഷമം കൊണ്ടാണ് ഞാൻ വീഡിയോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്താ വെച്ചെന്തെടുക്കുവാ? അതെന്തോ അത്? എണ്ണയോ? ബിരിയാണി ഉണ്ടാക്കുവാന്നോ? എന്തൊരു ബിരിയാണിയാ? മുട്ടയോ? എഗ് ബിരിയാണി. എന്താ എഗ് ബിരിയാണി? അപ്പോൾ അതാ ലച്ചും എൻ്റെ കൂടെ കിച്ചണിലൊക്കെ കയറി തുടങ്ങി കേട്ടോ. കിച്ചണിലെന്നല്ല, എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനിടയ്ക്ക് ഇപ്പോൾ പെൺകുട്ടികളാകുമ്പം അമ്മമാരുടെ കൂടെ എല്ലാത്തിലും അവരുടെ ഓരോ ഇത് കാണുമല്ലോ. അപ്പം ചെറുതിലെ അവർക്ക് എല്ലാം ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോഴായാലും നമ്മൾ എന്ത് ജോലി ചെയ്താലും അവൾ അതിനിടയ്ക്ക് ചെറിയ ഒരു ഇതിൽ വരും കേട്ടോ. പിന്നെ അവളിൽ കിടന്ന് നിർബന്ധം പിടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുട്ട പുഴുങ്ങി അവിടെ വെച്ചേക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ മുട്ട പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ കൊടുത്തായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് അത് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ അവൾ. പിന്നെ ഞാനാണെങ്കിൽ ഇടയ്ക്ക് വീഡിയോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെയും ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാവകാശം വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ പിറ്റേന്നൊക്കെയാണ് എഡിറ്റ് ചെയ്യുക. അങ്ങനെ എന്താ ഇപ്പോൾ നമ്മൾ റൈസൊക്കെ റൈസ് വേവിച്ചിട്ട് പിന്നെ നമ്മൾ സവാളയും മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയൊക്കെ ഇട്ടുള്ളൂ കേട്ടോ. വേറെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഞാനിതിൽ ചേർത്തിട്ടില്ല. പിന്നെ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കുക്കറിൽ തന്നെ കറി ആക്കിയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റൈസ് വെന്തതിനകത്ത് പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഗ്രേവിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്ത എഗ്ഗ് ഉണ്ടല്ലോ, അത് നമ്മളുടെ മുളക് പൊടിയും മസാലപ്പൊടിക്കകത്തൊന്ന് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണിക്ക് വേണ്ടുന്ന സവാള ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ കാഷ്നട്ടും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ട് സെറ്റ് ചെയ്ത്, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൺഡേ ആയതുകൊണ്ട് ഒരു ചെറിയ എഗ് ബിരിയാണി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ടോന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വ്ലോഗും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നേരത്തെ പോലെ തന്നെ കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഉള്ള പാത്രങ്ങളും കഴുകി വെച്ച് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരുപാട് കിടന്ന് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് റെഡി ആവുന്ന സമയം കൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഇതാക്കി വെക്കുന്നുണ്ട് കേട്ടോ, ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുട്ട പുഴുങ്ങിയപ്പോൾ ഭയങ്കര വഴക്കായതുകൊണ്ട് അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കള്ളത്തരാണ് കേട്ടോ. അപ്പം മുട്ട പുഴുങ്ങി ഞാൻ അതിൻ്റെ തോട് കളയുന്ന സമയത്ത് അവൾ പാത്രം എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എടുത്തു അതിൽ നിന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ അതിൽ നിന്ന് ഒരെണ്ണം കൊടുത്തു അവൾക്ക്, ഒരു മുട്ട അവൾക്ക് അതിൽ നിന്ന് കൊടുത്തു. ഞാനാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മുട്ട വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് ഞാനിതുപോലെ ബോയിൽ ചെയ്ത് എടുത്തത്. പിന്നെ അവൾ പാത്രം കൊണ്ടൊക്കെ വന്നപ്പോൾ കഷ്ടം തോന്നിയിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തു. പിന്നെ എന്താ പറയുക, അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് ഭയങ്കര
കുരുത്തക്കേടാണ് കേട്ടോ. അവളിങ്ങനെ വന്ന് ഓരോന്നും അവളുടേതായ രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. വലിയ വലിയ ഒരു വീഡിയോ അങ്ങനെയുള്ള ഒന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് നമുക്ക് കുറേ നാളായില്ലേ, അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുക.